വരൾച്ചയിൽ കൃഷി നശിച്ച് പുതുകൃഷി ഇറക്കിയ കർഷകർക്ക് ഉപ്പുതറയിൽ വളം വിതരണം ചെയ്തു. ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2024 വരൾച്ചയെ തുടർന്ന് കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് സർക്കാർ 10 കോടി രൂപ ജില്ലയ്ക്ക് അനുവദിച്ചിരുന്നു. പുതുകൃഷിക്ക് ധനസഹായം, വളം എന്നിവയ്ക്കാണ് പണം അനുവദിച്ചത്. ധനസഹായം ലഭിച്ച് പുതുകൃഷി ഇറക്കിയവർക്കായിട്ടാണ് ട്രൈക്കോഡെർമ, സ്പീഡോമോണാസ്, വാം എന്ന വളവും വിതരണം ചെയ്യുന്നത്. ഉപ്പുതറ പഞ്ചായത്തിൽ 845 കർഷകർക്കായി 1,53,00,000 രൂപയാണ് പഞ്ചായത്തിന് ലഭിച്ചത്. ധനസഹായത്തിനും വളത്തിനുമായാണ് ഫണ്ട് വിനിയോഗിക്കുന്നത്. ഉപ്പുതറ കൃഷിഭവൻ മാതൃകാപരമായ രീതിയിൽ ആദ്യം ധനസഹായം വിതരണം ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ വളം വിതരണം ചെയ്യുന്നത്. തിരഞ്ഞെടുത്ത കർഷകർക്കാണ് ആദ്യപടിയായി വളം വിതരണം ചെയ്യുന്നത്. ഉപ്പുതറ കൃഷിഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ വെച്ച് വളം വിതരണത്തിന്റെ ഉദ്ഘാടനം ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് നിർവഹിച്ചു. ബാധിച്ച കർഷകരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും വരൾച്ച ബാധിച്ച കർഷകരുണ്ട്. അപ്പോൾ ഏലം കൃഷിയെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് അവരുടെ നട്ടലൊടിഞ്ഞൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ കൃഷിഭവന് വേണ്ടി മാത്രം ഏകദേശം സെൻട്രൽ ഫണ്ടായിട്ടൊരു 1 കോടി രൂപയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പുതിയ റീപ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു 53 ലക്ഷം രൂപയും നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റീപ്ലാന്റ് ചെയ്ത കർഷകർക്ക് അവർക്ക് ഏകദേശം ഒരു 845ഓളം വരുന്ന കർഷകർക്ക് ട്രൈക്കോഡെർമയും അതോടൊപ്പം തന്നെ സ്പീഡോമോണാസും കൃത്യമായിട്ട് അളവിൽ, അതുപോലെ തന്നെ വാം എന്ന് പറഞ്ഞ വളവും ഇതിനാണ് ഒരു കൃത്യമായിട്ട് അവരുടെ ഏലം കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഈ കൃഷിഭവൻ വഴി നടന്നു വരുന്നത്. ചടങ്ങിൽ ടൗൺ വാർഡ് മെമ്പർ ജെയിംസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ധന്യ ജോൺസൺ, കർഷക പ്രതിനിധികൾ, കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.